ഈ സാമ്പത്തിക വർഷം തികഞ്ഞ് ഏതാനും മാസങ്ങളിലൂടെ നമ്മുടെ മുന്നിലുള്ളൂ. 2026 തുടങ്ങി ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏകദേശം ഒരു 2-2.5 മാസമാണ് ഇനി നമ്മുടെ മുന്നിൽ ഈ സാമ്പത്തിക വർഷം തീരാനുള്ളത്. ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതിനകത്ത് ഫസ്റ്റിലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നോൺ മൂവ്മെൻറ്റ് സ്റ്റോക്സ് ആണ്. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 8 അല്ലെങ്കിൽ 10 മാസമായി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്ക് വന്നിരിക്കുന്ന നോൺ മൂവ്മെൻറ്റ് സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്ത് അത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു 2 മാസം നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ നമുക്ക് ഈ സ്റ്റോക്ക് റിയലൈസേഷൻ വഴി എക്സ്ട്രാ ഫണ്ട് കൊണ്ടുവരാൻ പറ്റും, അതല്ല നമുക്ക് തിരിച്ചയക്കാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് ഡിസ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് വാല്യൂ കുറച്ച് നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതാണ് റിസീവബിൾസ് ആൻഡ് പേയബിൾസ്. പേയബിൾസിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടേണ്ടിയിരുന്ന ക്രെഡിറ്റ് നോട്ടുകളെല്ലാം കമ്പനി ഇതുവരെ തന്നിട്ടുണ്ടോ, ഏതെങ്കിലും അണ്ടർ പ്രോസസ്സിങ്ങിലാണോ, കൃത്യമായി നമുക്ക് അത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയി ഏതെങ്കിലുമൊക്കെ ക്രെഡിറ്റ് നോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിനെ ഒന്നുകൂടെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് റിസീവബിൾസ്. നമ്മൾക്ക് ഇപ്പോൾ ഓവറായിട്ട് ഡേയ്സ് ഡ്യൂ കിടക്കുന്ന ആൾക്കാരെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ഇയറിന് മുന്നേ തന്നെ നമുക്ക് ഈ പറയുന്ന പേയ്മെൻറ്റ് കളക്ഷൻ നമുക്കൊന്നുകൂടെ ഊർജിതപ്പെടുത്തിയാൽ നമ്മുടെ ക്യാഷ് ഫ്ലോ ഒന്നുകൂടെ ബെറ്റർ ആക്കാനും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം തീരുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ഒന്നുകൂടെ ക്ലിയർ ആകാൻ അത് സഹായിക്കുന്നതാണ്. വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കേണ്ടത് MSME രജിസ്ട്രേഷനുള്ള ഏതെങ്കിലും മാനുഫാക്ചറായി നിങ്ങൾ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ പേയ്മെൻറ്റ്സുകൾ നിങ്ങൾക്കറിയാലോ MSME റൂൾ അനുസരിച്ചിട്ട് മിനിമം 15 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 45 ഡേയ്സ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ 45 ഡേയ്സിന് മുകളിലേക്ക് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് പോകാൻ പാടില്ല. അപ്പോൾ അത്തരം പാർട്ടികളെ കണ്ടുപിടിച്ച് ഈ പറയുന്നത് പോലെ അവരുടെ പേയ്മെൻറ്റുകൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക, അതല്ല എങ്കിൽ നിങ്ങളുടെ ടാക്സേഷനിനെ അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇനി വരാൻ പോകുന്ന 1-2 മാസം കൊണ്ട് നമ്മുടെ അക്കൗണ്ട്സ് ഒന്ന് സെറ്റിൽ ചെയ്യുക, ഇൻവെൻറ്ററി കറക്റ്റ് ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും കമ്പ്യൂട്ടർ സ്റ്റോക്കും തമ്മിലുള്ള വേരിയേഷൻ പലയിടത്തും കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതൊരു റൈറ്റ് ടൈമാണ്. നിങ്ങൾക്ക് സ്റ്റോക്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം, അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻസ് നടത്താം. ഇതുവഴി തന്നെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സ്റ്റോക്കിലേക്കുള്ള കൺട്രോൾ കൂട്ടുവാനും സാധിക്കും. തീർച്ചയായും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് വളരെ സ്മൂത്തായിട്ട് പോകാൻ ശ്രമിക്കുക.